റഷ്യയോടോ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടോ അത്ര വലിയ ശത്രുതയൊന്നുമില്ലാത്ത ലോക നേതാവാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപ് രണ്ടാമതും അമേരിക്കയുടെ പ്രസിഡന്റ് ആയതോടെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരു പരിഹാരം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. ശത്രു രാജ്യങ്ങളായാണ് അറിയപ്പെടുന്നതെങ്കിലും ട്രംപ് പുടിന്റെ രഹസ്യമായ ചങ്ങാതി കൂടിയാണ്. എന്നാൽ ഇപ്പോൾ സാഹചര്യം ആകപ്പാടെ മാറിയിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി റഷ്യക്കെതിരായ ഉപരോധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് യുക്രൈനായുള്ള ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി കീത്ത് കെല്ലോഗ്. സംഘർഷത്തിനുള്ള പരിഹാരം ചർച്ച ചെയ്യുമെന്ന് ട്രംപ് പ്രതിജ്ഞയെടുക്കുകയും അത്തരമൊരു ഒത്തുതീർപ്പുണ്ടാക്കാൻ കെല്ലോഗിന് 100 ദിവസത്തെ സമയം നൽകുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. റഷ്യ ഈ ഒത്തുതീർപ്പ് ഫോർമുല നിരസിച്ചാൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് കഴിഞ്ഞ മാസം ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ റഷ്യയെ ഉപദ്രവിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് പറയുകയുണ്ടായി. ഇതിനു പിന്നാലെയാണ് കെല്ലോഗിന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. റഷ്യക്കെതിരായ നിലവിലെ ഉപരോധങ്ങൾ വളരെ കുറവ് മാത്രമാണെന്നാണ് കെല്ലോഗ് വ്യക്തമാക്കുന്നത്. 15ാമത് ഉപരോധ പാക്കേജിനെ കെല്ലോഗ് പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയിൽ സൈനിക സമ്മർദ്ദം സാധ്യമല്ലെന്നും സാമ്പത്തിക നയതന്ത്ര സമ്മർദ്ദമാണ് ചെലുത്തേണ്ടതെന്നുമാണ് ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ കെല്ലോഗ് അഭിപ്രായപ്പെട്ടത്. സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം തീവ്ര പരിശ്രമത്തിലാണെന്നും കീത്ത് കെല്ലോഗ് വ്യക്തമാക്കി. എന്നാൽ സംഘർഷം തടയാൻ യുക്രൈനും റഷ്യയും തങ്ങളുടെ ചില താൽപര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം നടക്കാനിരിക്കുന്ന മ്യൂണിച്ച് സുരക്ഷാ സമ്മേളനത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു സമാധാന പദ്ധതി അവതരിപ്പിക്കുമെന്ന് അവകാശപ്പെടുന്ന ബ്ലൂംബെർഗ് റിപ്പോർട്ട് കെല്ലോഗ് നിഷേധിച്ചിരിക്കുകയാണ്. യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി എത്രയും വേഗം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ തന്നെ വൈറ്റ് ഹൗസിൽ നിന്നുള്ള വ്യക്തമായ സൂചനകൾക്കായി കാത്തിരിക്കുകയാണെന്ന് റഷ്യയും പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ റഷ്യയുമായുള്ള ചർച്ചകൾ നിരോധിച്ചുകൊണ്ടുള്ള വ്ളാഡിമിർ സെലൻസ്കിയുടെ 2022 ഉത്തരവ് കാരണം നിലവിലെ സാഹചര്യങ്ങളിൽ റഷ്യ യുക്രൈൻ ചർച്ചകൾ നടന്നാൽ അത് നിയമവിരുദ്ധമായിരിക്കുമെന്ന് പുടിൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതേസമയം മ്യൂണിച്ച് സമ്മേളനത്തിൽ കെല്ലോഗുമായും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും കൂടിക്കാഴ്ചകൾ നടത്താൻ രാജ്യത്തെ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നതായി യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രീ സിബിഹ ഈ ആഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. സംഘർഷം എങ്ങനെ അവസാനിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ട്രംപിന് ഇപ്പോഴും ഔദ്യോഗിക പദ്ധതിയില്ലെന്ന് അവകാശപ്പെട്ട് സെലൻസ്കിയും രംഗത്തെത്തിയിരുന്നു. യുക്രൈനുമായി ഒരു ചർച്ച നടത്താതെ ട്രംപിന് ഒരു പ്രത്യേക പദ്ധതി സൃഷ്ടിക്കാൻ കഴിയില്ലെന്നാണ് സെലൻസ്കിയുടെ വാദം. യുക്രൈനുള്ള അമേരിക്കൻ സൈനിക സഹായം നിലനിർത്തിയും റഷ്യയിൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചും ശക്തിയിലൂടെ സമാധാനം എന്ന തത്വം പാലിക്കണമെന്ന് അദ്ദേഹം ട്രംപിനോട് ആവശ്യപ്പെട്ടു. മാത്രമല്ല, സാധ്യമായ സമാധാന ചർച്ചകളിൽ യുക്രൈന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ റഷ്യയോട് ട്രംപ് ആവശ്യപ്പെടണമെന്ന നിർദ്ദേശവും സെലൻസ്കി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം കുക്സ് മേഖലയിൽ ആക്രമണം തുടരാനുള്ള യുക്രൈനിയൻ ശ്രമം റഷ്യൻ സൈന്യം പരാജയപ്പെടുത്തിയതായാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പ്രദേശത്തെ ഏറ്റവും വലിയ ജനവാസ കേന്ദ്രമായ സുട്ഷ പട്ടണത്തിന്റെ വടക്കുകിഴക്കായി ഒരു വലിയ ആക്രമണം യുക്രൈൻ സൈന്യം നടത്തിയതോടെയാണ് പ്രദേശത്ത് പോരാട്ടം ശക്തമായത്. ഡസൻ കണക്കിന് കവചിത വാഹനങ്ങളും 100 കണക്കിന് സൈനികരും ഉൾപ്പെടെ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് യുക്രൈന് ലഭിച്ച കവചിത വാഹനങ്ങൾ ഉൾപ്പെടെ റഷ്യൻ സേനയുടെ പീരങ്കി ആക്രമണത്തിൽ തകർന്നതായി ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. സുട്ഷയിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഉലാനോക്, ചെർസാക്സിയ, കെനോപെൽക്ക ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു യുക്രൈനിയൻ സൈന്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ആക്രമണം. തെക്ക് കിഴക്ക് നിന്ന് സുട്ഷയിലേക്ക് മുന്നേറുന്ന റഷ്യൻ സൈന്യത്തെ പിന്തിരിപ്പിക്കുക എന്നതായിരുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യം. യുക്രൈനിന്റെ വിതരണ ലൈനുകൾക്കും പുറം ലോകവുമായുള്ള ആശയവിനിമയത്തിനും നിർണായകമായ പ്രധാന ക്രോസ് ബോർഡർ റോഡിന്റെ വിച്ഛേദന സാധ്യത മുന്നിൽ കണ്ടുള്ള ഈ ആക്രമണത്തിൽ പക്ഷേ യുക്രൈൻ സേന ദയനീയമായി പരാജയപ്പെടുകയാണുണ്ടായത്.